നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ ആശയങ്ങളാണ് നമുക്ക് ചെറിയതായിട്ടുള്ള സാഹചര്യത്തിൽ നടത്താനായിട്ട് സാധിക്കുക. നമുക്ക് അധികം സാങ്കേതിക പരിജ്ഞാനം ചിലപ്പോൾ ഉണ്ടായിരിക്കുകയില്ല. ചിലപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ക്യാമറകളൊന്നുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും എങ്ങനെയുള്ള ആശയങ്ങളാണ് നമുക്ക് ഒരു യൂട്യൂബ് ചാനലായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുക, അത് നല്ലൊരു മികച്ച വരുമാന മാർഗമാക്കാനായിട്ട് സാധിക്കുക എന്നൊക്കെ ഉള്ളത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ എന്തിനെക്കുറിച്ചാണ് എന്നുള്ള ആശയം ആ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഭാഗത്താണ് ഞാൻ ഈ പറഞ്ഞ യൂട്യൂബ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു വേളയിൽ ആ വീഡിയോ അവസാനിപ്പിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു രണ്ടാമത്തെ ഭാഗം എന്ന രീതിയിലാണ്, അതിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമ്മൾ ഗ്രാമീണ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വലിയ സാഹചര്യങ്ങളൊന്നുമില്ല. ഗ്രാമമല്ല, ഇനി അല്ലാത്ത സാഹചര്യങ്ങളാണെങ്കിലും ഞാൻ പറയുന്ന പല ആശയങ്ങളും നടപ്പാകും. അപ്പോൾ യൂട്യൂബ് ആശയങ്ങളുടെ ഒപ്പം തന്നെ നമുക്കൊരു ബ്ലോഗ് കൂടി എങ്ങനെ റണ്ണ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളും ഈ വീഡിയോയിൽ വളരെ ചുരുക്കി പ്രതിപാദിക്കുന്നുണ്ട്. കുറച്ചുകൂടെ വ്യക്തമായിട്ട്, കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. മുൻപ് ഞാൻ ASMR വീഡിയോകളുടെ സാധ്യതകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ ഒരുപാട് വ്ളോഗുകൾ കാണാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ലോഗ്സ് അല്ലെങ്കിൽ വ്ളോഗ് എന്ന് പറയുന്ന ഈ ഒരു സംഗതി പലരും അവരുടെ ദൈനംദിന ജീവിതത്തിനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൂടുതൽ ആളുകളും അവരുടെ വീട്ടിനുള്ളിലെ ലൈഫ് ഒക്കെയാണ് പലരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു ഗ്രാമത്തിലേക്ക് വരുന്ന സമയത്ത് സാധാരണ വ്യക്തികൾക്ക് ഈ വീടിനുള്ളിൽ മാത്രമല്ല, പുറത്തുള്ള കാഴ്ചകൾ കാണിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ നാട്ടിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള കൊച്ചു കൊച്ചു സ്ഥലങ്ങളുണ്ട്. അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള, ആരും എത്തിപ്പെടാത്ത, കാണാത്തതായിട്ടുള്ള, പ്രകൃതിയുടെ ടച്ച് വിട്ട് പോകാത്തതായിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്പോട്ടുകളുണ്ട്. അത്തരത്തിലുള്ള സ്ഥലങ്ങളുടെ വൃത്തിയായിട്ടുള്ള വീഡിയോ നമുക്ക് പകർത്താനായിട്ട് സാധിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഈ വീഡിയോയുടെ കൂടെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ചെറിയ ഒരു ആംബിയന്റ് മ്യൂസിക് കൊടുത്തുകൊണ്ട് ചെയ്യാം. അതിൻ്റെ പിന്നിൽ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവരണം കൊടുത്തുകൊണ്ട് ചെയ്യാം. അതല്ലാതെ ഈ വീഡിയോയിൽ സ്വാഭാവികമായിട്ട് കിട്ടുന്ന ശബ്ദം, കാറ്റിൻ്റെയും മഴയുടെയും വെള്ളമൊഴുകുന്നതിൻ്റെയും പക്ഷികളുടെയും ഒക്കെ ശബ്ദമടങ്ങുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള വീഡിയോ, ഇതിൻ്റെയൊക്കെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് ആഗ്രഹിക്കുന്നു ഈ നാട്ടിൻപുറങ്ങളിലേക്ക്, ഈ പ്രകൃതിയിലേക്ക് തിരിച്ചു പോകാനായിട്ട്. പക്ഷെ അത് സാധിക്കുന്നില്ല. അപ്പോൾ ഈ ടൗണിലും അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ സിറ്റീസിലും വിദേശങ്ങളിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഈ പച്ചപ്പ് കാണുമ്പോൾ ഒരു ആശ്വാസമാണ്. അപ്പോൾ അതൊരു ഡീപ് ബ്രെയിൻ റിലാക്സേഷൻ നൽകുന്നുണ്ട് ASMR വീഡിയോ പ്രത്യേകിച്ച്. അപ്പൊ അത് ഫ്രൂട്ട് കട്ടിംഗ് വീഡിയോസ് മുതൽ ഈ പറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങൾ അല്ലെങ്കിൽ സ്പോട്ടുകളുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു വില്ലേജ് ലൈഫ് നമുക്കൊരു വ്ളോഗ് പോലെ മുന്നോട്ട് കാണിക്കുന്നതും വളരെ മികച്ച ഒരു കാര്യമായിരിക്കും. ഒരു ഗ്രാമത്തിലുള്ള ഒരു വ്യക്തി ഉണർന്നു കഴിയുമ്പോൾ അയാൾ എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് മനോഹരമായിട്ട് തന്നെ നമുക്ക് കാണിക്കുവാനായിട്ട് സാധിക്കും, അത് താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഇനി അടുത്തതായിട്ടുള്ള ഒരു ആശയം എന്താണ് എന്നുള്ളത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുക്കിംഗ്. നമ്മൾ സാധാരണ രീതിയിലുള്ള ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ നടത്തുന്നതായിട്ടുള്ള പാചക ചാനലുകൾ നമുക്കറിയാം. പക്ഷെ സാധാരണ രീതിയിൽ ഒരു കഞ്ഞിയും ചമ്മന്തിയും ഒരു കൂട്ടാനും ഉണ്ടാക്കി അത് സെർവ് ചെയ്യുന്ന ഒരു വീഡിയോ, അത് കഴിക്കുന്ന ഒരു വീഡിയോ, ഇത് നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കുമോ? സ്വാഭാവികമായിട്ട് ഈ വീഡിയോ കാണിക്കുന്ന സമയത്ത് അത് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ള വിവരണങ്ങൾക്ക് അപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു ASMR സ്റ്റൈല് മിക്സ് ചെയ്തിട്ട് യഥാർത്ഥത്തിലുള്ള ശബ്ദങ്ങളും യഥാർത്ഥത്തിലുള്ള ദൃശ്യങ്ങളും മനോഹരമായിട്ട് തേങ്ങ ചിരകുന്നതും അല്ലെങ്കിൽ പച്ചക്കറികൾ കട്ട് ചെയ്യുന്നതും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മനോഹരമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ നാടൻ അറിവുകൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് വളരെ മൂല്യമുള്ള നാട്ടുമരുന്നിന്റെ അറിവുകളൊക്കെ ചില ആളുകൾ ഒളിച്ചു വെക്കുക, അല്ലെങ്കിൽ അവർക്കറിയാം അവരുടെ കാലത്തിന് ശേഷം പിന്നെ അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോലും പകർന്നു പോകാതെ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടുള്ള അറിവുകളുണ്ട്. ചിലപ്പോൾ അവരുടെ നെക്സ്റ്റ് ജനറേഷൻ ഇവിടെ ഉണ്ടാവില്ല, വിദേശത്തായിരിക്കും, താല്പര്യം ഉണ്ടാവില്ല, അങ്ങനെ പല കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ ആയുർവേദമാണോ സത്യം, അല്ലെങ്കിൽ ആയുർവേദം മിഥ്യയാണോ, അല്ലെങ്കിൽ ഹോമിയോപ്പതി എന്നൊക്കെ പറഞ്ഞ് പല വാഗ്വാദങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ആയുർവേദത്തിൽ നിന്നും ഹോമിയോപ്പതിയിൽ നിന്നും അതുപോലെ തന്നെ മോഡേൺ മെഡിസിൻ, എല്ലാത്തിൽ നിന്നും നല്ല കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എഫക്റ്റീവ് ആയിട്ടുള്ളതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകളെക്കുറിച്ചും ചെടികളെക്കുറിച്ചും ആരോഗ്യം നൽകുന്നതായിട്ടുള്ള ജീവിത രീതികളെ കുറിച്ചും ഒക്കെ ഉള്ള അറിവുകൾ നാട്ടിൻപുറത്തേക്കുള്ള പഴയ ആളുകൾക്ക് നല്ല രീതിയിൽ അറിയാമെന്നുള്ളതാണ്. അവരിൽ നിന്ന് ഐഡിയ നേരിട്ട് മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ അവരെ കൊണ്ട് പറയിച്ചുകൊണ്ടോ നല്ല റീച്ചുള്ള ഒരു ചാനൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഡിസ്ക്ലെയിമറും കാര്യങ്ങളും ഒക്കെ അതിൽ സെറ്റ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട്. ഈ നാട്ടറിവുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഓരോ നാടിനും ഒരു കഥയുണ്ട്. നമ്മുടെ നാടിനൊരു കഥയുണ്ട്, തൊട്ടടുത്തുള്ള നാടിനൊരു കഥയുണ്ട്.
ആ നാട്ടില് പണ്ട് കാലത്ത് പല രീതിയിലുള്ള വ്യക്തികൾ ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. ഇന്നുള്ള പല കാരണവന്മാർക്കും ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. പഴയ കഥകൾ കേൾക്കാൻ പുതിയ തലമുറയിലുള്ള ആൾക്കാർക്കും പഴയ തലമുറയിലുള്ള ആൾക്കാർക്കും ഒക്കെ വളരെ ഇഷ്ടമാണ്. കാരണം പഴയ ആളുകൾ അത് ഓർമ്മകൾ അയവിറക്കുകയാണ്. പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം പഴമയിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്. ഇങ്ങനെയുള്ള സ്റ്റോറി ടെല്ലിങ് പഴയ ആളുകളെ കൊണ്ട് നിങ്ങൾക്ക് പറയിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ പോലെയോ അവരെ നിങ്ങളുടെ ക്യാമറയുടെ മുന്നിലേക്ക് വിളിച്ചിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാനോ സാധിക്കുമെങ്കിൽ, മികച്ച രീതിയിലുള്ള ഒരു കണ്ടന്റ് ക്രിയേഷൻ യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്കിലും മറ്റു രീതിയിലുള്ള വീഡിയോ പ്ലാറ്റ്ഫോംസിലും ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഇനി വീഡിയോ കാണിക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് പോഡ്കാസ്റ്റിന്റെ രൂപത്തിൽ ഒരു നിശ്ചല ദൃശ്യവും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വിഷ്വലൈസേഷനും ഒക്കെ കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. വീണ്ടും പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് പക്ഷി മൃഗാദികളും നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ കൃഷി ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കൃഷി ഇല്ലാതെ നമുക്ക് നിലനിൽപ്പില്ല. എത്ര പണം ഉണ്ടാക്കി, എത്ര ജോലി നേടി, എത്ര മോഡേൺ ആണെന്ന് പറഞ്ഞാലും കർഷകന് കൊടുക്കേണ്ട വില കൊടുത്തേ മതിയാകൂ. ആ കൃഷിക്ക് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ കർഷകരെ മൃഗങ്ങളും മനുഷ്യനും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്ഷൻ, വേണ്ട രീതിയിലുള്ള റെസ്പെക്ട് ഒന്നും കൊടുക്കുന്നില്ല. ശാസ്ത്രീയമായിട്ട് എങ്ങനെ കൃഷി ചെയ്യാമെന്നുള്ള ഗൈഡൻസ് നമ്മുടെ ഗവൺമെന്റുകളും കൊടുക്കുന്നില്ല. അപ്പോൾ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള അറിവുകൾ, ടിപ്പുകൾ, അത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അറിവുകൾ പങ്കുവെക്കുക, നല്ല രീതിയിൽ നടത്തുന്നതായിട്ടുള്ള കൃഷി ഫാമുകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന് കാണിക്കുക, ജനങ്ങൾക്ക് അവിടെ വന്ന് അവരുടെ ഫാമിൽ നിന്നുള്ള വെജിറ്റബിൾസും ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈപ്പറ്റാനും പണം കൊടുത്ത് മേടിക്കാനുമുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്ന രീതിയിൽ ഒരു കർഷകർക്ക് ഒരു സപ്പോർട്ടും കൂടിയായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ആശയം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാനൽ, അതുപോലെ തന്നെ നാട്ടിലെ വിവിധ രീതിയിലുള്ള പക്ഷിമൃഗാദികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ഫാമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന വെജിറ്റബിൾ ഗാർഡനിങ് ആയിട്ട് ബന്ധപ്പെട്ട രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വളരെ മനോഹരമായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ആശയമാണ് ഇതൊക്കെ. ഇതിനൊക്കെ എവർഗ്രീൻ ആയിട്ട് കാഴ്ചക്കാരുള്ള ഒരു മേഖലയും കൂടിയാണ്. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേറെ രീതിയിലുള്ള അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അഫിലിയേറ്റ് മാർക്കറ്റിങ്ങും കൂടെ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. കാർഷിക ഉപകരണങ്ങളും അല്ലെങ്കിൽ സീഡ്സ്, വളങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇത്തരത്തിലുള്ള ആശയങ്ങൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവർ പറഞ്ഞു തന്നോണമെന്ന് പോലും ഇല്ല. കാരണം പലരും നടത്തണമെന്ന് ആഗ്രഹിച്ച് നടത്താൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വേണ്ടത്ര റിസർച്ച് നടത്തിയതിന് ശേഷം ഇറങ്ങാവുന്നതാണ്. ഇനി വീഡിയോ ക്രിയേഷൻ എല്ലാവർക്കും ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ സംസാരിക്കാനും കാണിക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും താല്പര്യമില്ലാത്ത ആൾക്കാർക്ക്, എഴുതാനായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് ചേർന്ന ഒരു സംഗതിയാണ് ബ്ലോഗ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞത് VLOG വ്ലോഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോ കണ്ടന്റ് ക്രിയേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പറയുന്നത് BLOG ബ്ലോഗ് എന്നുള്ളതാണ്. എഴുത്തിലൂടെ നമ്മൾ സംസാരിക്കുകയാണ്. പ്രാചീന തത്വശാസ്ത്രങ്ങളെക്കുറിച്ചും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും പഴയ രീതിയിലുള്ള ഫിലോസഫീസ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഡയമെൻഷൻസ്, ഓരോ നാട്ടിലെയും കഥകൾ, ഓരോ ദേവന്റെയും ദേവിയുടെയും കഥകൾ, ഓരോ രീതിയിലുള്ള പ്രാർത്ഥനകൾ, ഹൈന്ദവ തത്വശാസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ജീവിതം മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് കൃത്യമായിട്ട് ജീവിക്കേണ്ടത്, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലൂടെ പോകുന്ന സമയത്ത് ശാന്തമായിട്ട് ജീവിക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ പല രീതിയിൽ സ്പിരിച്വാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലേഖനങ്ങൾ, അതിൻ്റെ കൂടെ മനഃശാസ്ത്രപരമായിട്ടുള്ള എലമെൻസും കൂടെ കണക്ട് ചെയ്യുകയും അതിൻ്റെ കൂടെ മറ്റ് നിങ്ങൾക്ക് താല്പര്യമുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളും കൂടെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് മനോഹരമായിട്ട് ഒരു ബ്ലോഗ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇന്ന് വളരെ ലെങ്തി ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഒന്നും വേണമെന്നൊന്നുമില്ല. നിങ്ങൾ എഴുതുന്ന ആർട്ടിക്കിൾസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫോർമാറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്ലിക്കേഷൻസ്, ChatGPT അല്ലെങ്കിൽ ജെമിനി പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു ബ്ലോഗ് ഇന്ന് നിർമ്മിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ പറഞ്ഞത് ഒരാശയം മാത്രമാണ്. അടുത്തതായിട്ടുള്ള ബ്ലോഗ് റൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ നാട്ടറിവുകൾ, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ടിപ്സൊക്കെ അടങ്ങുന്നതായിട്ടുള്ള ചെറിയ റൈറ്റിങ്ങുകൾ, അതുപോലെ തന്നെ പഴയ ആളുകളുടെ കഥകൾ, ഇതൊക്കെയും നമുക്ക് ഈ ബ്ലോഗിൻ്റെ രൂപത്തിലും ചെയ്യാവുന്നതാണ്. പഴയകാല പഴഞ്ചൊല്ലുകളും കഥകളിലൂടെയൊക്കെ ഇന്ന് അന്യം നിന്ന് പോയിട്ടുള്ള ഒരുപാട് കഥകളും ഒരുപാട് നാടൻ പാട്ടുകളും ഒക്കെ ഉണ്ട്. ചില നാടൻ പാട്ടുകളൊക്കെ പണ്ട് ആളുകൾ പാടിക്കൊണ്ടിരുന്ന വാമൊഴിയായിട്ട് വന്നിട്ടുള്ള, എഴുതിയതാരാണെന്നോ ഉണ്ടാക്കിയതാരാണെന്നോ ഒന്നും അറിയാത്ത പാട്ടുകളൊക്കെ ഇന്ന് ചില സിനിമാക്കാരൊക്കെ എടുത്തിട്ട് അതിനെ കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തി ഒരു BGM ഒക്കെ ഇട്ടിട്ട് അത് അവരുടേതാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇങ്ങനെയുള്ള പഴമയുടെ അറിവുകൾ, ഗാനങ്ങൾ, കഥകളൊക്കെ എഴുതി അതിലൂടെ സാരാംശവും അതിലൂടെ ഒരു എഡ്യൂക്കേഷനും മൊറാലിറ്റി ഒക്കെ കൊടുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അതിനും തീർച്ചയായിട്ടും ആവശ്യക്കാരുണ്ടാകുമെന്നുള്ളതാണ്. നമ്മൾ ചുറ്റിനും കാണുന്നതായിട്ടുള്ള അപൂർവമായിട്ടുള്ള ചെടികളെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചും
പക്ഷി മൃഗാദികളെ കുറിച്ചും ഒക്കെ നമുക്ക് ചെറിയ രീതിയിലുള്ള ലേഖനങ്ങൾ എഴുതാവുന്നതാണ്. ഇതിന് വലിയ രീതിയിലുള്ള സാഹിത്യമൊന്നും ആവശ്യമില്ല. ഒരാൾക്ക് വന്നു നോക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോ ആയാലും നമ്മുടെ റൈറ്റിംഗ് ആയാലും നമ്മുടെ ഓഡിയോ ആയാലും അത് വളരെ സിമ്പിളായിട്ട് കേട്ട് കഴിയുമ്പോൾ അയാൾക്ക് മനസ്സിലാക്കാനും അയാൾക്കത് ഉപകാരപ്രദമായിട്ട് മാറുകയും വേണം. ഈ ഉപകാരം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എന്റർടൈൻമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫോർടൈൻമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരാൾക്ക് എങ്ങനെ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാക്കാം ചെറിയ സാഹചര്യങ്ങളിൽ എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ആശയങ്ങളായിരിക്കും. അത് നിങ്ങൾക്ക് ഉപകാരമാകുന്നത് കൊണ്ടാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പല രീതിയിലും നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ മുൻപുള്ള വീഡിയോ ഞാൻ ഇടയ്ക്ക് തുടരുമെന്നുള്ള രീതിയിൽ അവസാനിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ അതിന്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിച്ചത്. ഇനി തീർച്ചയായിട്ടും ഹാപ്പൻസ് ഐഡിയ ലാബിലൂടെ നമ്മൾ മറ്റ് ചാനലുകളിൽ എന്നോട് പലരും ചോദിച്ചിട്ടുള്ള സംശയങ്ങളും ഇത്തരത്തിലുള്ള ബിസിനസ് ആശയങ്ങൾ, സയൻസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരുമിച്ച് വളരും എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. നമസ്കാരം.